ഓൺ കണ്ടോ, ലൈറ്റ് കത്തിയുണ്ടോ, മാറി 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 മാറി. ഹലോ വാട്ട്സ്ആപ്പ് ഗായ്സ്, ദിസ് ഇസ് മീ മെക് 46. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ RGB ലൈറ്റ് എൻ്റെ ബീറ്റിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ബീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എടുത്തെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാറാണത്. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് RGB ലൈറ്റാണ്. എൻ്റെ ചേട്ടൻ ഓർഡർ ചെയ്തതാണ് ആമസോണിൽ നിന്ന്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് സാധനം വരുന്നത്. അപ്പോൾ ഇത് RGB ലൈറ്റാണ്, പല കളറിൽ കത്തും, ഫ്ലാഷ് ചെയ്യും, അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. ഇത് നാല് ഇതിനുള്ളതാണ്. അതായത് 2 എണ്ണം അവിടെയും ഇവിടെയും വയ്ക്കും. പിന്നെ അടുത്തത് ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ വയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ലെന്ത് കിട്ടത്തുള്ളൂ. അതിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ഫ്ലോർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ RGB ലൈറ്റ് വയ്ക്കുന്നത്. അപ്പോൾ 4 പീസുള്ളത്, ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇപ്പുറത്ത്, ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇപ്പുറത്ത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് റിമോട്ടൊക്കെ ഉണ്ട്, വേണ്ട, ഇതാണ് റിമോട്ട്. അപ്പോൾ ഇതിലുള്ള കളറെല്ലാം കത്തും, അതാണ് ഈ സ്കീം വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് കണക്ടറാണ്, അതായത് നമ്മൾ വണ്ടി കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പോയിൻ്റില്ലേ, ഈ പോയിൻ്റ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഫുള്ളായിട്ട് കത്തും. അപ്പോൾ നമുക്കിപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെ കത്തണമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൂരണം, എന്നിട്ട് നമ്മൾ ഈ പ്ലഗ് പോയിൻ്റ് ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ കറക്റ്റായിട്ട് ഘടിപ്പിക്കണം. അതായത് നമുക്കിവിടെ ഒരു സ്ലോട്ടുണ്ട്, ആ സ്ലോട്ട് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ സീനില്ലാതെ അത് വർക്കാവും. പ്രസ് ചെയ്ത് വെക്കാനേ ഉണ്ടോ, ലൈറ്റ് കത്തിയുണ്ടോ, ഇപ്പോൾ ഓണാണ്. ഇത് ഓഫ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റിനെ ഇതിലോട്ട് കണക്ട് ചെയ്യണം, എന്നാലേ ഇത് റിമോട്ടിനനുസരിച്ച് വർക്കാവുള്ളൂ. അപ്പോൾ അത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇത് ഓണാക്കി നോക്കാൻ പോവുകയാണ്. ഓൺ കണ്ടോ, ലൈറ്റ് കത്തിയുണ്ടോ, മാറി 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 മാറി. അപ്പോൾ നമുക്കിനി റിമോട്ട് വെച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം സാധാ ഇതായിട്ടാണ് കിടക്കുന്നത് നമുക്ക്. അപ്പോൾ ഗൈസ്, ഇതിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സ്ട്രോബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാവും. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് ആയിരിക്കും കത്തണത്. പക്ഷേ ഇത് മാറും. അതിനുശേഷം നമ്മളിപ്പം ഈ ബ്ലൂ പ്രസ് ചെയ്യണം. എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടം, അതുകൊണ്ട് ഈ ബ്ലൂ പ്രസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ കത്തുന്നത്. പിന്നെ ഗ്രീനുണ്ട്, ഇത് ഗ്രീനാണ്, ഇത് റെഡാണ്, അതായത് ഒരു ഓറഞ്ച് ടൈപ്പ് റെഡ്. ഇതാണ് കറക്റ്റ് റെഡ്, ഇത് കറക്റ്റ് ഗ്രീന്, ഇത് ബ്ലൂ, ഇത് ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ഓറഞ്ച്. അടുത്തതിൻ്റെ തന്നെ അടുത്ത മോഡലുണ്ട്, മാറണുണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇടേണ്ടത് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ബ്ലൂ ഇതിന് ഇട്ട് ചെയ്യാം. ഓക്കെ, ഈ ബ്ലൂ ആണ് നമുക്ക് വേണ്ടത്. എന്നാലേ അകം കാണുമ്പോൾ കുറച്ച് ഗുമ്നെസ് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഫൈനലി ഗൈസ്, നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇതിവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൽ കയറ്റി വെച്ചിട്ടാണ് ഈ കണക്ഷൻ എടുത്തിട്ടുള്ളത്. ഇത് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് ആണ്, കണ്ടോ, ഓൺ ആക്കുമ്പോൾ ലൈറ്റ് എത്തും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെത്തേഡ് വരുന്നത്. ഞാൻ റിമോട്ടിൻ്റെ കൺട്രോളർ, അതായത് മറ്റേ നീഡിൽ പോലെ ഇരുന്നില്ലേ, അത് അവിടെ വെച്ചിട്ട് ടാഗ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഈ വയേഴ്സ് ഒന്നും വിസിബിൾ ആവില്ല, കണ്ടല്ലോ, വയേഴ്സ് ഒന്നും വിസിബിൾ അല്ല. പക്ഷേ ഇവിടെ വരുമ്പം ഇതിൻ്റെ അകം പൊള്ളയായതുകൊണ്ട് നമുക്കിങ്ങനെ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. അതാകുമ്പോഴേ കറക്റ്റ് ഈ തറയിലോട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അടിക്കുള്ളൂ, ഇങ്ങോട്ട് അടിക്കത്തില്ല. അതാണ് ഒരു മെയിൻ വിഷയം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, സംഭവം കളറല്ലേ. ഇതിൽ തന്നെ പല മോഡലിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പം നമുക്ക് ഇത് രാത്രിയുള്ളൊരു വിഷ്വൽ കാണാം. രാത്രി ആകുമ്പോഴേ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നൈറ്റ് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് രാത്രി എങ്ങനെയുണ്ട് വണ്ടി എന്നൊന്ന് ഇപ്പം നോക്കാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കണം. ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ലൈറ്റ് ഇട്ട് നോക്കാം. ഇവിടെ സ്വിച്ച് കണ്ടുപിടിച്ചിട്ട് പ്രസ്, കണ്ടോ, ഇതിവിടെ എല്ലാം കത്തുന്നുണ്ട്. ഇനി ബാക്കിലത്തെ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്.
ഇവിടെ ഓക്കെ അല്ലേ, സെറ്റല്ലേ സാധനം? ഓക്കെയാണ്, ഒന്നും പറയില്ല. നൈസായിട്ടുണ്ട്. ഇനി ബാക്കിൽ നോക്കാം. ബാക്കും അതേപോലെ തന്നെ നല്ല രസമുണ്ട്. ആ സീറ്റ് ബാക്കിലോട്ട് നീങ്ങിയിരിക്കുന്നുണ്ടാണ് അവിടെ ഇച്ചിരി ഡിസ്റ്റൻസ് കുറവായിട്ടുള്ളത്. ഇത് കറക്റ്റ് പ്രോപ്പറാണ്. അപ്പോൾ സംഭവം കളറല്ലേ. നമുക്കിതിൽ കളേഴ്സ് മാറ്റി നോക്കാം. റിമോട്ടോടെ അടുത്ത് നമുക്ക് ഇത് റെഡാക്കി നോക്കാം. കണ്ടോ റെഡായത്? അടുത്ത് ഗ്രീൻ, ഇനി ഇത് യെല്ലോ, ലൈറ്റ് ബ്ലൂ. വാവ്, ഈ കളർ സൂപ്പർ അല്ലേ? നമ്മളെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്, അതുകൊണ്ട് ബ്ലൂവിനെ ഇട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വയ്ക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. റിമോട്ട് വെച്ചില്ല. ഓക്കെ.